നമസ്കാരം. കോഴിക്കോട് നിന്നും ഷൈദ ബീഗം. സൂര്യൻ എന്നത് ഹൈഡ്രജൻ, ഹീലിയം എന്നിവ നിറച്ച ഒരു വ്യാഴത്തെപ്പോലെ വാതകവ്യൂഹമാണ്. അതേ വ്യാഴത്തെപ്പോലെ, കാരണം രണ്ടിലും ഭൂരിഭാഗവും ഹൈഡ്രജനും കാൽഭാഗം ഹീലിയവുമാണ്. എന്നാൽ സൂര്യൻ എന്നത് ഒരു ന്യൂക്ലിയറാണ്, അതായത് ഒന്ന് കത്തുന്നു, മറ്റൊന്ന് കത്തുന്നില്ല. സൂര്യൻ്റെ ചലിക്കാതെ പോയ അനിയനാണ് വ്യാഴം. എന്നാൽ സൗരയൂഥത്തിൻ്റെ 99.98% മാസം സൂര്യരാജാവിനുണ്ട്. സൂര്യൻ്റെ കേന്ദ്രത്തിൽ നിന്നും റേഡിയസിൻ്റെ 20% വരെയുള്ള ഭാഗത്തെ കോർ എന്ന് വിളിക്കുന്നു. ഇവിടെ അതീവ ഗുരുത്വം ദ്രവ്യത്തെ തിരിച്ചു അമർത്തി സാന്ദ്രത കൂട്ടി ഉയർന്ന ചൂടുണ്ടാക്കുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് 157 ലക്ഷം ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ ദ്രവ്യം പ്ലാസ്മ എന്നീ അവസ്ഥയിൽ അയനീകരിക്കപ്പെടുകയും ഇലക്ട്രോണുകളെ ചിന്തിയറിഞ്ഞ് പ്രോട്ടോണുകൾ തമ്മിൽ കൂട്ടിമുട്ടാൻ തുടങ്ങുകയും ചെയ്യും. ഒരു ആറ്റം ഒരു ഫുട്ബോൾ സ്റ്റേഡിയമാണെങ്കിൽ അവിടെ നടുക്ക് ഇരിക്കുന്ന ഈച്ചയാണ് ന്യൂക്ലിയസ് എന്ന് എല്ലാവർക്കും അറിയാമില്ല. അത്രയ്ക്ക് ശൂന്യതയാണ് ആറ്റത്തിൽ. ഇങ്ങനെയുള്ള ഇടത്ത് വേറെ ആറ്റങ്ങളിലെ പ്രോട്ടോണുകൾ വന്ന് തമ്മിൽ കൂട്ടിയിടിക്കാൻ മാത്രം അവ ഒരു സൂപ്പ് പോലെയാകണം. എങ്കിൽ എത്ര ഉയർന്ന ഊർജ്ജ സാന്ദ്രത വേണമെന്ന് ആലോചിച്ച് നോക്കൂ. എന്തായാലും പ്രോട്ടോണുകൾ 3 ഘട്ടങ്ങളിൽ കൂട്ടിയിടി പരിപാടി വഴി അവസാനം ഹീലിയം ന്യൂക്ലിയസായി മാറുന്നു. മാസിനുണ്ടായ കുറവ് ഒരു ഗാമ പ്രോട്ടോണിനെ ഉണ്ടാക്കുന്നു. അപ്പോൾ സൂര്യൻ്റെ റേഡിയസ് 7 ലക്ഷം കിലോമീറ്റർ. അപ്പോൾ 2.3 സെക്കൻഡ് കൊണ്ട് പ്രോട്ടോൺ അതിൻ്റെ പുറത്തെത്തുമല്ലോ എന്ന് നിങ്ങൾ സ്വാഭാവികമായി ചിന്തിക്കും. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. സൂര്യൻ ഒരു വലിയ തലവറയാണ്. കുടിയേറ്റ നടത്തം നന്നായി അടിച്ചു വിറ്റായ ഒരുത്തര് കഷ്ടിച്ച് പോസ്റ്റ് പിടിച്ചെടിക്കാൻ എണീറ്റു നിൽക്കാനേ പറ്റുമെന്ന് വിചാരിക്കും. 10 സ്റ്റെപ്പ് ദൂരമുള്ള അടുത്ത സ്റ്റെപ്പിൽ പോകണമെങ്കിൽ ആദ്യം ഒരു സ്റ്റെപ്പ് വച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 സ്റ്റെപ്പ് പുറകോട്ട് പോകുവാനാണ് സാധ്യത. ചിലപ്പോൾ വേറെ ദിശയിൽ തിരിഞ്ഞു നിൽക്കാൻ സാധ്യതയുണ്ട്. ഇതിനെ ഗണിതജ്ഞന് ഭൗതിക ശാസ്ത്രജ്ഞന് പറയുന്നത് ബ്രങ്കേഴ്സ് വാക്ക് ഓർ റാൻഡം വാക്ക് എന്നാണ്. ലക്ഷ്യത്തിലെത്താൻ ചിലപ്പോൾ അയാൾ 100 സ്റ്റെപ്പ് വരെ ഉപയോഗിക്കേണ്ടി വരും എന്നാണ് വിദഗ്ധർ പറയുന്നു. പ്രോട്ടോണിൻ്റെ കാര്യം ഇതുപോലെ തന്നെ. ഈ കരുത്ത സാന്ദ്രത ഏറിയ പ്രോട്ടോൺ സൂപ്പിലുണ്ടാകുന്ന ഗാമ പ്രോട്ടോൺ 10 മില്ലി മുതൽ 1 സെൻറ്റിമീറ്റർ വരെ സഞ്ചരിക്കുന്നതിനിടയിൽ അടുത്ത പ്രോട്ടോൺ ആയി കൂട്ടിയിരിക്കുന്നു. ഉയർന്ന ഊർജ്ജാവസ്ഥയെത്തിയ പ്രോട്ടോൺ ഉടനെ തന്നെ കിട്ടിയ ഈ ഊർജ്ജത്തെ ഗാമ പ്രോട്ടോണായി തിരിച്ചു തള്ളുന്നു. ഉടനെ തന്നെ അടുത്ത കൂട്ടിയിടിയുണ്ടാകും. കഷ്ടം എന്താണെന്ന് വെച്ചാൽ തിരിച്ചു വരുന്ന പ്രോട്ടോൺ ചിലപ്പോൾ കേന്ദ്രത്തിലേക്ക് നോക്കിയായിരിക്കും പോകുന്നത്. അപ്പോൾ ഒരു കുടിയെ നടക്കുന്നത് പോലെ ഈ പ്രോട്ടോൺ തട്ടിയും മുട്ടി വൈതെറ്റിയുമുള്ള ഒരു നീണ്ട യാത്രക്ക് തുടക്കം ഇടുക. ശരിക്കും എത്ര ദൂരം അത് 2 കൂട്ടിയിടിയും സഞ്ചരിച്ചെന്നറിയാൻ ഒരു വഴിയുമില്ല. അത് ഓരോരുത്തർക്ക് വിദഗ്ധർ വിടുന്നു. അതുകൊണ്ട് വലിയ കണക്ക് പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. അടുത്ത കൂട്ടിയിടിക്ക് മുൻപ് 1 സെൻറ്റിമീറ്ററാണ് സഞ്ചരിക്കുന്നത് പറ്റുന്നതെങ്കിൽ ഏകദേശം 5000 വർഷം എടുത്ത് പ്രോട്ടോൺ പുറത്തു വരും. ഇനി സഞ്ചരിച്ചത് 0.1 സെൻറ്റിമീറ്റർ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നതെന്ന് കരുതുക. അതായത് ഈ സമയത്തിനുള്ളിൽ അടുത്ത കൂട്ടിയിടി നടക്കുകയായി തെറ്റിയാതെയെന്ന് അവന് 5 ലക്ഷം വർഷം കഴിഞ്ഞ് മാത്രമേ ജയിലിൽ നിന്നും ഇറങ്ങൂ. ഇങ്ങനെ കോഡ് ഡെൻസിറ്റി അനുസരിച്ച് സഞ്ചരിച്ച ദൂരമനുസരിച്ച് അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന കൂട്ടിയിടി അനുസരിച്ച് പ്രോട്ടോണിന് സൂര്യനിൽ നിന്നും പുറത്തു വരാൻ എടുക്കുന്ന സമയത്തിൻ്റെ ഒരു ഊർജ്ജ റേഞ്ച് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റൂ. അപ്പോൾ കവി എന്താണെന്ന് ഉദ്ദേശിച്ചത് എന്നല്ലേ നിങ്ങളുടെ ചോദ്യം. ഇത്രയും ഉള്ളൂ. അതായത് നിങ്ങൾ ഇപ്പോൾ കാണുന്ന പ്രകാശം 8 മിനിറ്റുകൾക്ക് മുൻപ് സൂര്യനിൽ നിന്നും ഉണ്ടായതില്ല, മറിച്ച് 10,000 അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് സൂര്യൻ്റെ കേന്ദ്രത്തിൽ ഉണ്ടായതാണ്.